ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 240-ഒതുങ്ങിയത് അഹങ്കാരത്തിന്റെ ഫലമെന്ന് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. മോഹൻ ഭഗവത്തിനും ഓർഗനൈസറിനും പിന്നാലെ നരേന്ദ്രമോദിയെ ഉന്നം വെച്ച കൂടുതൽ RSS നേതാക്കൾ. സുബീഷ്, ഈ തെരഞ്ഞെടുപ്പ് RSSനെ സംബന്ധിച്ച് BJP സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം RSS അവരുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് മൂന്നാം വട്ടവും നരേന്ദ്രമോദി BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആരാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് എന്ന് നോക്കിയാൽ, ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വിമർശനങ്ങൾ നോക്കിയാൽ അത് RSS നേതാക്കളും RSSന്റെ പ്രസിദ്ധീകരണങ്ങളും ആണ് എന്ന് പറയേണ്ടി വരും. ഏറ്റവും ഒടുവിലിതാ ഇപ്പോൾ RSSന്റെ നേതാവും അവരുടെ പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവ് എന്നൊക്കെ വിളിക്കാവുന്ന ഇന്ദ്രേഷ് കുമാർ RSSന്റെ ഒരു പരിപാടിയിൽ വെച്ച് പരസ്യമായി തന്നെ പറയുകയാണ്, 240 സീറ്റിലേക്ക് ഒതുങ്ങിയത് അത് അഹങ്കാരത്തിൻ്റെ ഫലമാണ്, ശ്രീരാമൻ കൊടുത്ത തിരിച്ചടിയാണ്, ഏറ്റവും വലിയ പാർട്ടിയൊക്കെ ആയി വളർന്നുവെങ്കിൽ പോലും അവർ കാണിച്ച അഹങ്കാരം, അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ കുറഞ്ഞ സീറ്റ് എന്ന് ഇന്ത്യ മുന്നണിയെയും വിമർശിക്കുന്നുണ്ട്. പക്ഷേ RSSന്റെ നേതാവ് കടുത്ത ഭാഷയിൽ അഹങ്കാരികളാണ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ RSSന്റെ ഉള്ളിൽ പുകയുന്ന അമർഷം എത്ര വലുതാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് സായി, ശ്രീരാമ ഭക്തർ അഹങ്കാരികളായി മാറി, അതിനാൽ രാമൻ അവരെ 240 ഒതുക്കി എന്നാണ്. ഞാൻ പറയുന്നത്, ശ്രീരാമ ഭക്തർ എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ രാമഭക്തി പോലും ആത്മാർത്ഥമായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ജൂൺ 4 വോട്ടെണ്ണൽ. ജൂൺ 7 NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നു. ഒരാൾ പോലും ആ യോഗത്തിൽ ജയ് ശ്രീറാം മുഴക്കിയില്ല. ജയ് ശ്രീറാം വിളി അല്ലെങ്കിൽ ശ്രീരാമൻ NDAയുടെ പാർട്ടി യോഗത്തിൽ നിന്നും, പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ജൂൺ 7 1.25 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ നരേന്ദ്രമോദി അന്ന് NDA പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ 1.25 മണിക്കൂർ പ്രസംഗിച്ചു. നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരിക്കൽ പോലും രാമജന്മഭൂമി, രാമക്ഷേത്ര നിർമ്മാണം പരാമർശിച്ചതേയില്ല. അദ്ദേഹം പോലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല. അപ്പോൾ രാമഭക്തി അത്രയേറെ ആത്മാർത്ഥവും സത്യസന്ധവും നിഷ്കളങ്കവുമായിരുന്നുവെങ്കിൽ എന്തിനാണ് രാമനെ അവിടെ ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ് ജയ് ശ്രീറാം വിളി അവിടെ മുഴങ്ങി കേൾക്കാതിരുന്നത്? അതിനു മുൻപൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാമഭക്തി പോലും അത്രത്തോളം സത്യസന്ധമോ ആത്മാർത്ഥമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 2 വർഷങ്ങൾ, ഒന്ന് 2014 മറ്റൊന്ന് 2024 2014 നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു നീണ്ട അപ്രമാദിത്വത്തിൻ്റെ 10 വർഷങ്ങൾക്ക് കൂടിയാണ് 2014 തുടക്കം കുറിക്കപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദിയാണ് ഡിസിഷൻ മേക്കർ, നരേന്ദ്രമോദിയാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോഴൊക്കെ അമിത്ഷാ, അത്രയേ ഉള്ളൂ. നരേന്ദ്രമോദി അറിയാതെ, പ്രൈം മിനിസ്റ്റർ അറിയാതെ ഒരു മന്ത്രിയുടെയും ഓഫീസിൽ നിന്ന് ഒരു കടലാസ് പോലും മൂവ് ചെയ്യില്ല. അതായിരുന്നു ആ നീണ്ട 10 വർഷങ്ങൾ. പക്ഷെ അപ്പോഴും RSSന് പ്രീതിയുണ്ടാക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSSന് അസ്വീകാര്യനായിരുന്നില്ല ആ ഘട്ടങ്ങളിൽ ഒന്നും നരേന്ദ്രമോദി. നമുക്കറിയാം, RSSൻ്റെ അജണ്ടയിൽ ഉൾപ്പെട്ടതായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. അതിനു മുൻപ് ചെങ്കോൽ പ്രതിഷ്ഠ, രാമക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിടുന്നു, രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നു, അവിടുത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ഇതൊക്കെ നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. RSSന് തീർച്ചയായും സന്തോഷം നൽകേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. RSSന് അവിടെയൊന്നും നരേന്ദ്രമോദി അസ്വീകാര്യനാകേണ്ട കാര്യമേ ഇല്ല. പക്ഷേ എന്നിട്ടും ഇതെല്ലാം നടപ്പാക്കിയ നരേന്ദ്രമോദി എന്തുകൊണ്ട് RSSന് അസ്വീകാര്യനാകുന്നു എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ചെങ്കോൽ പ്രതിഷ്ഠയും, ഞാൻ ഈ പറഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന പ്രാണപ്രതിഷ്ഠയും ഒക്കെ നരേന്ദ്രമോദി തികച്ചും തൻ്റേത് മാത്രമാക്കി മാറ്റി, അതൊരു മോദി ഷോ ആക്കി മാറ്റി എന്നതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പോലും RSSന് നരേന്ദ്രമോദി ഒരു അസ്വീകാര്യനായിട്ട് മാറുന്നത്. പിന്നെ ഇനി അതും കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മോദിക്ക് ഗ്യാരണ്ടി എന്നത് മോദി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്.
മോദി പരിവാറോ മറ്റൊന്ന് അല്ലേ? അപ്പോൾ RSSനെ സംബന്ധിച്ച് ഒരു വ്യക്തിയിലേക്ക് സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം കേന്ദ്രീകരിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രസ്ഥാനം സംഘടന അംഗീകരിക്കപ്പെടുന്നത്, ആ രീതിയിൽ ഒരു മുദ്രാവാക്യം രൂപവൽക്കരിക്കപ്പെടുന്നത് RSS പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിയുമായിട്ട് നീതീകരിക്കപ്പെടുന്ന ഒന്നേയല്ല. അതൊന്നും RSSന് അംഗീകരിക്കാവുന്ന സംഭവങ്ങളെ അല്ല. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടങ്ങളിൽ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ RSS തന്നെ കൊണ്ടുവന്ന ഒരു നേതാവിൻ്റെ വ്യക്തിപൂജ RSS അംഗീകരിക്കില്ല. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് രൂപം നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, താൻ ദൈവത്തിൻ്റെ അവതാരമാണ്, താൻ തന്നെയാണ് ദൈവം, താൻ ദൈവമാണ് എന്ന ഒരവസ്ഥയിലേക്ക് മോദിയോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിച്ച് ആ ഒരളവിലേക്ക് എത്തുകയാണ്. അതങ്ങ് ഉന്മാദമായിട്ട് മാറുകയാണ്. അതൊന്നും RSSനെ സംബന്ധിച്ച് അംഗീകരിക്കാവുന്നതേയല്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് രൂപീകരിക്കപ്പെട്ട പല ധാരണകളും സഖ്യങ്ങളുമൊക്കെ ഈ പ്രതിപക്ഷ നേതൃനിരയിൽ RSS ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നുപോലും പറഞ്ഞ പലരെയും തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രം BJPയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് BJPയിലെ പല മുതിർന്ന പാർട്ടി നേതാക്കളെയും അവഗണിച്ചുകൊണ്ട് അവരെയൊക്കെ വില കൽപ്പിക്കാതെ ഇവർക്കൊക്കെ മത്സരിക്കാൻ സീറ്റ് നൽകുന്നു. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തിക്കൊണ്ട് അജിത് പവാർ വിഭാഗത്തെ അംഗീകരിക്കാൻ മഹാരാഷ്ട്രയിലെ BJP പ്രവർത്തകർക്ക് മഹാരാഷ്ട്രയിൽ RSSന് ഒരു ഘട്ടത്തിലും സാധ്യമല്ല. പക്ഷെ അവിടെ ആ രീതിയിൽ ഉള്ള ഒരിക്കലും RSSന് അംഗീകരിക്കാനാവാത്ത ഒരു ബന്ധത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ, അഭിമുഖീകരിക്കാൻ BJPയും നരേന്ദ്രമോദിയും തീരുമാനിക്കുന്നു. ഈ തീരുമാനങ്ങൾക്കൊക്കെ പിന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതിനുള്ള റിസൾട്ട് മഹാരാഷ്ട്രയിൽ കിട്ടിയോ? ഇല്ല. അജിത് പവാർ സഖ്യത്തിന് ഒരൊറ്റ സീറ്റാണ് അജിത് പവാർ വിഭാഗത്തിന് കിട്ടിയത്. BJPയും സീറ്റെണ്ണത്തിൽ പിറകിലേക്ക് പോയി. അപ്പോൾ ഈ സംഭവങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, RSS ഈ സാഹചര്യം സൂക്ഷ്മമായി റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് അന്ന് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഓർഗനൈസറിൽ രത്തൻ ശാരദയും ഹേമാങ്കി സിൻഹയും സന്തോഷ് കുമാറും ഈ രീതിയിൽ മോദി ഷോയിൽ അഭിരമിച്ച പാർട്ടി പ്രവർത്തകർ തെരുവിൻ്റെ ശബ്ദം കേട്ടില്ല എന്ന് ഉറക്കെ പറഞ്ഞത്. ഇതൊരു നരേന്ദ്രമോദിയെ സംബന്ധിച്ച് 2014 ഞാൻ പറഞ്ഞു, 2024 അതീവ നിർണായകമായ വർഷമാണ്. ഇവിടെ മോദി എല്ലാ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. മോദിക്ക് പിന്നിൽ ഇപ്പോൾ ഇതാ ടെലിവിഷൻ ചാനലുകളിൽ ബ്രേക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്? BJP RSS കോർഡിനേഷൻ മീറ്റിംഗ് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേറ്റുകളിലും കേരളത്തിലും നടക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി BJPക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ ആകില്ല. BJP എന്ന് പറയുന്നത് RSSൻ്റെ ഐഡിയോളജി നടപ്പാക്കേണ്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവിടെയാണ് ശ്രീരാമനെ ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമായി നരേന്ദ്രമോദി ഉപയോഗിച്ചത്. ശ്രീരാമനെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമായി ഉപയോഗിക്കുന്നതിനോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള സംഘടന RSS ആണ്. ആ RSS ഇനി അങ്ങനെ മോദിയെ കയറൂരി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ വേണം RSS ഈ സാഹചര്യം അതിസൂക്ഷ്മമായി റിവ്യൂ ചെയ്യുന്നതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സുബീഷ്, ഇപ്പോൾ നോക്കൂ, RSS എന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ മാത്രമാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അവിടെയാണ് നരേന്ദ്രമോദി അതിനേക്കാൾ വലിയ നേതാവായി വളരാൻ ശ്രമിച്ചത്. അതിന് എതിരിടാൻ അല്ലെങ്കിൽ അതങ്ങനെ അല്ല എന്ന് പറയാൻ RSSന് കിട്ടിയ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണല്ലോ, RSS എല്ലായിടത്തും നിർജീവമായിരുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ഏകോപിപ്പിക്കുന്നത് RSSൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അവർ ഒരുപക്ഷെ പരസ്യമായി നമുക്ക് എവിടെയും RSSൻ്റെ പ്രവർത്തകരെ കാണാൻ കഴിയില്ല. പക്ഷേ ബൂത്ത് ലെവലുകളിൽ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ അടക്കം എത്തിക്കുകയും കൃത്യമായി താമരയ്ക്ക് വോട്ട് ചെയ്യിപ്പിച്ചതും ഒരു കാലം വരെ RSSൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകരായിരുന്നു. ചിട്ടയായിട്ടുള്ള സ്ക്വാഡ് വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇത്തവണ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് UP, രാജസ്ഥാൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ RSSൻ്റെ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ നിർജീവമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ ട്രാക്ക് മാറ്റിയതിൻ്റെ പോലും ഒരു പ്രധാനപ്പെട്ട കാരണം അടിത്തട്ടിൽ ഇவ்விധമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതായത് മോദിയുടെ ഷോ എല്ലായിടത്തും നടക്കുന്നുണ്ട്, പക്ഷേ അടിത്തട്ടിൽ RSS പ്രവർത്തകർ സജീവമായി ഇറങ്ങുന്നില്ല.
ഇപ്പോൾ തിരിച്ചടി കിട്ടിയ സ്റ്റേറ്റുകൾ എടുത്തു നോക്കൂ, UP, രാജസ്ഥാൻ. ഈ രണ്ടിടങ്ങളിലും BJP പ്രതീക്ഷിച്ചതിനും അപ്പുറം വലിയ തിരിച്ചടിയാണ് BJPക്ക് കിട്ടിയത്. UP RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ്. ഇപ്പറയുന്ന അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും BJP തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം RSSൻ്റെ ഈ അപ്രീതി തന്നെയാണ്. അവർ ആഗ്രഹിച്ചിരുന്നു നരേന്ദ്രമോദിക്ക് ഒരു തിരിച്ചടി കൊടുക്കണം, BJPക്ക് ഭരണം കിട്ടണം. പക്ഷേ നരേന്ദ്രമോദി ഏകഛത്രാധിയെ പോലെ വളർന്നു വരുന്ന ഒരു റിസൾട്ട് വേണ്ട എന്നൊരു പക്ഷേ RSS പ്രവർത്തകർക്ക് പോലും ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് ഈ ജനവിധിയിൽ പ്രതിഫലിച്ചത്. ഇപ്പോൾ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ സുബീഷ്. യഥാർത്ഥ സേവകൻ പ്രവർത്തനത്തിൽ എപ്പോഴും മാന്യത പുലർത്തും. അത്തരത്തിലുള്ളവർക്ക് അവരുടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൽ അഭിരമിക്കില്ല, താനത് ചെയ്യുന്നുവെന്ന് അഹങ്കരിക്കില്ല. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ സേവകനെന്ന് വിളിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ഒറ്റ കേൾവിയിൽ തന്നെ നമുക്കിത് നരേന്ദ്രമോദിക്കെതിരെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. BJP പ്രവർത്തകർക്ക് ഇപ്പോൾ ഇത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മോഹൻ ഭഗവത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണ് എന്ന്. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചർച്ച തന്നെ എന്താണ്, JP നദ്ദ പറഞ്ഞ കാര്യം. അതെ, BJPക്ക് RSSൻ്റെ സഹായം വേണ്ട, അതിനേക്കാൾ മുകളിൽ BJP വളർന്നു കഴിഞ്ഞു എന്നുള്ളത്. അതൊക്കെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. RSS പ്രവർത്തകർക്കിടയിൽ തന്നെ അത് അമർഷമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇനി എന്തായാലും പഴയതുപോലെ മാറി നിന്ന് കളി കാണുന്നവരായിരിക്കില്ല RSS. അവർ നേരിട്ട് ഇറങ്ങി ഇടപെടാൻ പോകുന്നു. ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് വിളിപ്പിച്ചിട്ടുണ്ട്, കൂടിക്കാഴ്ച നടക്കുന്നു. കേരളത്തിലടക്കം RSS BJP യോഗങ്ങൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ പ്രവർത്തനം തന്നെ ആ സംഘടനയെ നിയന്ത്രിക്കാൻ RSSൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ അധികാരമില്ലാത്ത നാളുകളായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. RSS BJPയിൽ പിടിമുറുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതൊരു പക്ഷേ നരേന്ദ്രമോദിക്ക് അത്ര നല്ല കാലമായിരിക്കില്ല. തീർച്ചയായിട്ടും അതൊരിക്കലും നല്ല കാലമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2014 മുതൽ 2024 വരെ സായി ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഒരു തീരുമാനമെടുക്കുന്നു, അത് പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. ആ തീരുമാനവുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ഈ കനത്ത തിരിച്ചടിക്ക്, കനത്ത തോൽവിയുടെ ഏക ഉത്തരവാദി, ഏക കാരണക്കാരൻ നരേന്ദ്രമോദി മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സായി ഇപ്പോൾ 240 ഒതുങ്ങി. കേവല ഭൂരിപക്ഷം തനിച്ച് BJPക്ക് നേടാനായില്ല. ഇനിയിപ്പോൾ നേടിയിരുന്നു എങ്കിൽ തന്നെ നരേന്ദ്രമോദിക്ക് സംഭവിച്ച പിഴവുകൾ അവിടെ വിശകലനം ചെയ്യപ്പെടുമായിരുന്നു. RSS അത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ RSS വിശകലനം ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്കും ഒരു മോദി പ്രഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ വ്യക്തിയിലേക്ക് ഒരു പ്രസ്ഥാനം ചുരുങ്ങുന്നതിനെ ഒരു ഘട്ടത്തിലും RSSന് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടിയാൽ പോലും, ഇപ്പോൾ കിട്ടിയിരുന്നുവെങ്കിൽ പോലും RSS ഈ സാഹചര്യം സൂക്ഷ്മമായി വിശകലനം ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷേ NDA സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ട്. രാജ്യം വീണ്ടും ഭരിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിലേറിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം, ഇതൊക്കെ RSSന് അംഗീകരിക്കാമെങ്കിലും UPയിൽ സംഭവിച്ച തിരിച്ചടി, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം പോലും BJPക്ക് നഷ്ടപ്പെട്ട അവസ്ഥ ഒരിക്കലും RSSന് അംഗീകരിക്കാനാവില്ല. ഇപ്പോൾ UPയിൽ തന്നെ കേന്ദ്രമന്ത്രിമാരുടെ കൂട്ടത്തോൽവിയാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത്. കിഷോരിലാൽ ശർമ്മയോട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തോറ്റത് 1.67 ലക്ഷം വോട്ടിനാണ്. പിന്നെയും മഹേന്ദ്രനാഥ് പാണ്ഡെ, മുസാഫർ നഗറിൽ സഞ്ജീവ് ബല്യാൻ, അജയ് മിശ്ര തേനി, നിരഞ്ജൻ ജ്യോതി, കൗശൽ കിഷോർ, ഭാനു പ്രതാപ് സിംഗ് വർമ്മ, ഇവരൊക്കെ ഉത്തർപ്രദേശിൽ തോറ്റ BJPയുടെ കേന്ദ്രമന്ത്രിമാരാണ്. 2 സംസ്ഥാന മന്ത്രിമാരും തോറ്റു. ദിനേശ് പ്രതാപ് സിംഗ് രാഹുലിനോട് തോറ്റത് 3 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ്. പിന്നെ അഖിലേഷ് യാദവിൻ്റെ ഭാര്യ ഡിംപിൾ യാദവിനോട് ജയ്വീർ സിംഗ് തോറ്റത് 2.25 ലക്ഷം വോട്ടിനാണ്. അപ്പോൾ 2 സംസ്ഥാന മന്ത്രിമാർ, 7-8 കേന്ദ്രമന്ത്രിമാരാണ് ഉത്തർപ്രദേശിൽ മാത്രം തോറ്റത്. ഇതെങ്ങനെയാണ് RSS അംഗീകരിക്കാൻ കഴിയുക? അവിടെ 62 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 33 സീറ്റാണ് ഇപ്പോൾ കിട്ടിയത്, 2024 കിട്ടിയത്. അപ്പോൾ ഉത്തർപ്രദേശിലേറ്റ തിരിച്ചടി, നേരത്തെ രാജസ്ഥാൻ്റെ കാര്യം പറഞ്ഞു, ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റ തിരിച്ചടി RSSന് അംഗീകരിക്കാനാവില്ല. ഇനി എത്ര കാലമെങ്കിൽ അത്രയും കാലം RSSൻ്റെ ഒരു പിടി ഈ
കേന്ദ്ര സർക്കാരിന് മീതി ഉണ്ടായിരിക്കും. നരേന്ദ്രമോദി എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഇനി RSS കൂടി തീരുമാനിക്കുന്ന ഒന്നായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ RSS പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എല്ലാ സ്ഥാനാർത്ഥികളാക്കിയത്, ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ക്രിമിനലുകളെ അടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവർക്ക് സ്ഥാനമാനങ്ങൾ വെച്ച് നൽകി. പതിറ്റാണ്ടുകളായി പാർട്ടിക്കും സംഘടനയ്ക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ അവർക്ക് അവസരം നൽകിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. മറ്റൊന്നവർ പറയുന്നത് രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ. RSS പ്രവർത്തകർക്ക് പോലും പറയേണ്ടി വന്നു, മോദി പറയുന്ന ഗ്യാരണ്ടികൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പോലും പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മോദിയുടെ പ്രഭാവത്തിൽ അഭിരമിക്കുകയായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ. അവർ താഴെത്തട്ടിൽ എന്താണ് നടക്കുന്നത്, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലാണ് ഓർഗനൈസറിലടക്കം. അതിന്റെ കാതൽ എന്ന് പറയുന്നത് അതാണ്. മോദി ഷോയിൽ അഭിരമിച്ച പാർട്ടി പ്രവർത്തകർ തെരുവിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടിട്ടില്ല. ഓർഗനൈസറിലെ ലേഖനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് RSS പക്ഷേ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ RSSന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊന്നും വേണ്ട വിധം സഹകരിപ്പിക്കാൻ ഈ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ 400 കടന്ന് സീറ്റുകൾ നേടി ഞങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന ഒരു മുദ്രാവാക്യം തന്നെ യഥാർത്ഥത്തിൽ RSSന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യഘട്ടം മുതൽ തന്നെ വന്നിരുന്നു. അതിനുശേഷം സംവരണം റദ്ദാക്കും എന്ന് പറയുന്ന പ്രതികരണം വന്നു, പ്രസംഗങ്ങൾ വന്നു. അതടക്കം താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ BJPക്ക് എതിരാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതുകൊണ്ടാണ് UPയിലടക്കം ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായതെന്ന്. ഇനിയിപ്പോൾ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ എന്തുകൊണ്ട് തോറ്റു എന്നതായിരിക്കുമല്ലോ RSS നേതാക്കളടക്കം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചുണ്ടാവുക. അവിടെ സുബീഷ്, ആ അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്ന എക്കാലത്തെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജീവൻ പോലും കളഞ്ഞ ആളുകളുണ്ട് അവിടെ. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ, എത്രയോ തൊഴിലാളികളുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമമുണ്ട്. പക്ഷേ അത് പൂർത്തിയാകുന്ന വേളയിൽ അവരൊക്കെ ഒന്നും കാണാതെ, വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും കൊണ്ടുവന്ന് ഒരു മോദി ഷോ നടത്തിയതിനെ പോലും RSS നേതാക്കൾ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. അതൊക്കെയാണ് ജനങ്ങൾ അവിടെ തിരിച്ചടി നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അവിടെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ അതിൻ്റെ ഉദ്ഘാടന മാമാങ്കമായി നടത്തിയതൊക്കെ ശരിയായിട്ടില്ല. അതൊക്കെ ജനങ്ങൾ വിധിയെഴുത്തിൽ അതിൻ്റെ കണക്ക് തീർത്തു എന്ന് RSS തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കൊള്ളുന്നത് നരേന്ദ്രമോദിക്കും BJPയുടെ നേതാക്കൾക്കും നേരെ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും സായി, നരേന്ദ്രമോദി സർക്കാരിൽ മൂന്നാം ഊഴമാണ്. RSS പിടിമുറുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മോദി പരിവാറിൻ്റെ കാലം കഴിഞ്ഞു. മോദിക്ക് ഇനി പരിവാർ വേണ്ട. ഇനി മോദി എന്ത് നയവുമായി, എന്ത് നയം സ്വീകരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ RSSൻ്റെ കൂടി ഒരു നിയന്ത്രണമുണ്ടാകും. RSSൻ്റെ കൂടി ഒരു നോട്ടമുണ്ടായിരിക്കും. മോദിക്ക് പരിവാർ ഇല്ല, സംഘപരിവാർ തീരുമാനിക്കും കാര്യങ്ങൾ. ICL Finco, the intelligent choice.